ഫാമിലി മാറ്റേഴ്സ്, കുടുംബത്തിൻ്റെ പ്രാധാന്യം, കുടുംബജീവിതം, കുടുംബത്തിൻ്റെ ഗെറ്റ് ടുഗെദർ, കുടുംബത്തെക്കുറിച്ചാണ് കുറേ ദിവസങ്ങൾ ഇനി പറയാൻ ആഗ്രഹിക്കുന്നത്. ദൈവം സ്ഥാപിച്ച ഒരു പദ്ധതിയാണ് കുടുംബം. അത് സ്വർഗത്തിൻ്റെ പ്രതീതിയാണ്. കുടുംബത്തിലാണ് നമ്മൾ സത്യത്തിൽ ദൈവത്തിൻ്റെ രൂപമായി മാറാൻ ദൈവം ആഗ്രഹിക്കുന്ന പല യുദ്ധങ്ങൾ നടക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നത് ഓരോ കുടുംബത്തിനും ഈ യഹൂദ സിസ്റ്റം അനുസരിച്ച് 12 ഗോത്രങ്ങളുണ്ട്. 12 ഗോത്രങ്ങൾക്കും 12 കൊടികളുണ്ട്. ഇപ്പോൾ 12 കൊടി എന്ന് പറഞ്ഞാൽ ഓരോ കൊടിക്കും ഓരോ എംബ്ലമാണ്. ഈ കൊടിയുടെ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് ഈ ഷോഫർ, അതായത് കാഹളം ഊതുമ്പോൾ ഇസ്രായേൽ ജനത ഒന്നിച്ചു കൂടുമ്പോൾ ഓരോ ഗോത്രത്തിൻ്റെയും കൊടിയുടെ കീഴിൽ അവരവരുടെ മക്കൾ വന്ന് ചേർന്ന് നിൽക്കണം. കറക്റ്റല്ലേ? അതുതന്നെയാണ് നമ്മൾ കുടുംബയോഗങ്ങളെന്ന് പറയുന്നത്. നമ്മൾ ഒരു കുടുംബത്തിൽപ്പെട്ടവർ നമ്മൾ ഒന്നിച്ച് ഒരു വർഷത്തിൽ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ കൂടുമ്പോൾ നമ്മൾക്കൊരു കൊടിയുണ്ട്. അറിയാതെ നമുക്കൊരു കൊടിയുണ്ട്. തലമുറകളായിട്ട് കുടുംബത്തിൽ ജീവിച്ചിട്ടുള്ള നമുക്ക് അതിലൊരു സന്തോഷം കാണുന്നതിൽ ദൈവത്തിന് സന്തോഷമാണ്. എന്നാൽ കുടുംബം ദൈവത്തെക്കാട്ടി പ്രസക്തിയല്ല, കൊടുക്കേണ്ട രീതി ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുമ്പം ഈ കൊടികൾക്ക് പ്രസക്തി വരുന്നുണ്ട്. അപ്പം ഈ നമ്മുടെ ഈ കുടുംബം, ഞങ്ങളുടെ കുടുംബത്തിന്, ഇപ്പം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എംബ്ലം എന്ന് പറയുന്നത്, മിക്ക കുടുംബത്തിനും ചരിത്രങ്ങൾ നമുക്ക് നോക്കാമെങ്കിൽ നമ്മൾ ആരും ക്രിസ്ത്യാനികളായിട്ടല്ല ഇവിടെ വന്നത്. പിന്നെയോ ഏകദേശം ഒരു 500 വർഷങ്ങൾക്ക് മുമ്പ്, ചിലർ പറയുന്ന മർത്തോമാ ശ്ലീഹയുടെ കാലം തൊട്ടുള്ളവരുണ്ട്. പക്ഷേ പല കുടുംബങ്ങളും ക്രിസ്ത്യൻസ് 500, 450 വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ ഹിന്ദുക്കളിൽ നിന്നും ക്ഷത്രിയന്മാരിൽ നിന്നും ബ്രാഹ്മിൻസിൽ നിന്നും ഒക്കെ വന്ന് തിരിച്ച് അവർ ആരെങ്കിലും ഒരാൾ യേശുവിനെ സ്വീകരിച്ചിട്ട് പിന്നെ അവിടുന്ന് ഒരു ശാഖ പൊട്ടി പുറപ്പെട്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരായി മാറുകയാണ്. അപ്പോൾ അറിയുന്നത് നല്ലതാണ്, ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം നമ്മുടെ കുടുംബയോഗത്തിൻ്റെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്നത് അമോർ വിൻസെൻറ്റ് ഒമിനിയ, അമോർ വിൻസെൻറ്റ് ഒമിനിയ, ലവ് കോൺക്വേഴ്സ് ഓൾ. ലാറ്റിൻ വേർഡാണ് അമോർ വിൻസെൻറ്റ് ഒമിനിയ. അതായത് സ്നേഹം, ലവ് കോൺക്വേഴ്സ്, സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കുന്നു. അപ്പോൾ നമ്മൾ എംബ്ലം നോക്കുകയാണെങ്കിൽ ഒരു ബൈബിളിൻ്റെ പിക്ചർ കാണും, ഒരു ലാമ്പ് കാണും, പിന്നെ ഇത് എഴുതിയിരിക്കുന്ന കാണും, അതുപോലെ തന്നെ കുരിശ് കാണും. ഓരോ കുടുംബങ്ങൾക്ക് ഓരോ തരത്തിലാണ്. അപ്പോൾ ഓരോ കുടുംബത്തിനും ആ ചിഹ്നം വെക്കുന്നത് വി ആർ ബേസിങ് അവർ ഫെയ്ത്ത് ഓൺ ദീസ് തിങ്സ് വിച്ച് ഈസ് ഫ്രം ദ ബൈബിൾ. അപ്പം നമ്മൾ കുടുംബങ്ങളെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്കൊരു ഡിസ്റ്റിങ്ഷൻ ഉള്ളതെന്ന് ചോദിച്ചാൽ, നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിന് വ്യത്യാസമുണ്ട്. വി ബിലോങ് ടു ഗോഡ്. അത് നമ്മളെ ഓരോ കുടുംബത്തിൽ നിന്നും ഓരോ വ്യക്തി 400 വർഷം മുമ്പ് 500 വർഷം മുമ്പ് മാറി തിരിഞ്ഞെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് പിന്നെ കുടുംബങ്ങൾ എത്രയോ ആളുകളാണ് അതിൽ നിന്ന് ക്രിസ്ത്യാനികളായിട്ട് മാറുന്നതെന്ന് ഓർക്കണം. അപ്പോൾ തലമുറയ്ക്ക് മുൻപേ ദൈവം നിയോഗിച്ചവരെ ദൈവം മാറ്റിയെടുക്കുന്നുണ്ട്. ദൈവം നിയോഗിച്ച് മാറ്റിയവരാണ് എങ്കിൽ നമുക്ക് ഒന്നിച്ചു കൂടുന്നതിലൊരു സന്തോഷമുണ്ടായിരിക്കണം. ആ മഹത്വം, അതായത് കുടുംബത്തിലുള്ളവരെന്ന് പറയുമ്പം കുടുംബത്തിൻ്റെ മഹത്വത്തെക്കാട്ടി കൂടുതൽ അവരുടെ ആ സ്വഭാവത്തിലുള്ള പക്വതയും അവരുടെ തലമുറകളിൽ മാതാപിതാക്കളെയും പ്രായം ചെന്നവരെയും ബഹുമാനിക്കുന്നതും, അങ്ങനെ ഒരു കെട്ടുറപ്പിനകത്ത് വളർന്നു വന്ന മക്കളെ കാണുമ്പം അല്ലാതെ വളർന്നു വന്നവരും തമ്മിൽ വ്യത്യാസം ഡെഫിനറ്റായിട്ടുണ്ട്. നമ്മൾ എത്രമാത്രം നമ്മുടെ കുടുംബത്തിന് മഹത്വം കൊടുക്കുന്നോ അത്രമാത്രം നമ്മുടെ മക്കളത് മനസ്സിലാക്കത്തുള്ളൂ. അല്ല ഇതിനൊരു വലിയ പ്രാധാന്യമില്ല എന്ന് ചോദിച്ചാൽ അവർക്ക് മനസ്സിലാകത്തില്ല. ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് ജീവിച്ചിട്ട് ആവശ്യമില്ല, കുഞ്ഞുങ്ങളത് മനസ്സിലാക്കത്തില്ല. അപ്പോൾ ഏത് കാര്യങ്ങളിലും ഒരു കുടുംബത്തിലാണ് ഏറ്റവും വലുതായിട്ടുള്ള പഠിത്തം. അതായത് ദ ബേസിക് ക്യാരക്ടേഴ്സ് ആർ ഫോംഡ് ഇൻ ദ ഹോം, നോട്ട് ഇൻ ദി സ്കൂൾസ്. സ്കൂളിലൊന്നും പോയി, ഇപ്പം നമ്മുടെ സ്കൂളുകളിലൊക്കെ നമ്മൾ ചിന്തിച്ചാക്കുകയാണെങ്കിൽ, ഞാനൊക്കെ കോൺവെൻറ്റിലാണ് പഠിച്ചത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഇൻഗ്രെയിൻഡായിട്ട് ആ ദൈവത്വത്തെ നമ്മുടെ ഹൃദയത്തിനകത്ത് കിടപ്പുണ്ട്. ഇടയ്ക്കൊക്കെ നമ്മൾ ഡീവിയേറ്റ് ചെയ്യുമെങ്കിലും. പക്ഷേ ഇപ്പോൾ കാലങ്ങളിൽ പുറത്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ വലിയ ടാലൻറ്റ് സ്കൂളുകളിലൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അങ്ങേയറ്റത്തെ കാശും കൊടുത്ത് നമ്മൾ പഠിപ്പിക്കുന്നിടത്ത് ക്രിസ്തുവിനെക്കുറിച്ചോ 10 കമാൻഡ്മെൻറ്റ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ വേദപുസ്തകത്തെക്കുറിച്ചോ പറഞ്ഞ് പഠിപ്പിക്കാത്തിടത്തോളം കാലം അവർക്ക് അറിഞ്ഞുകൂടാ അവരുടെ ബേസിക് ഫൗണ്ടേഷൻ. പക്ഷേ വീടുകളിൽ ദൈവത്തിൻ്റെ ആത്മാവുള്ള ഭവനമാണോ, അവിടെ വ്യത്യാസമുണ്ട്. സ്കൂളുകളിൽ നല്ല ഇപ്പോഴത്തെ കാലത്ത്. പണ്ട് നമുക്ക് പറയാമായിരുന്നു ദ ടീച്ചേഴ്സ്, ഓരോ സ്കൂളിലുള്ള ടീച്ചേഴ്സ് ക്യാൻ മോൾഡ് ദ ക്യാരക്ടർ. ഇപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല. ടീച്ചേഴ്സിന് ബുദ്ധിയില്ലാതായി മാറിയിരിക്കുക.
അതുകൊണ്ട് നമ്മൾ മാതാപിതാക്കൾ നമ്മുടെ അടുത്ത തലമുറകളെ ഫൗണ്ടേഷൻ, കോർണർ സ്റ്റോണ് ദൈവത്തിൻ്റെ സ്നേഹത്തിലും കർത്താവിൻ്റെ വചനത്തിലും കർത്താവിൻ്റെ വെളിച്ചവുമായിട്ട് നിൽക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. വേർ ഡു യു ഗീവ് ദ ട്രെയിനിങ്? എവിടെയാണ് ട്രെയിനിങ് കൊടുക്കേണ്ടി പറ. അപ്പോൾ ഒരു 5 വയസ്സിന് മുൻപേ ഇവർക്ക് ഇവരുടെ ഇൻഗ്രെയിൻഡായിട്ട് ഇത് ഇട്ട് കൊടുക്കുകയാണ്. 5 വയസ്സ് ബാലനെ എങ്ങനെ പഠിപ്പിക്കുന്നു അതുപോലെ ട്രെയിൻ അപ്പ് എ ചൈൽഡ് ഇൻ ദ വേ ഹീ ഷുഡ് ഗോ ആൻഡ് ഹി വിൽ നെവർ ഫർഗെറ്റ് ഇറ്റ് എന്നാണ് പറയുന്നത്. അപ്പം ഒരു ബാലനെ ചെറുപ്പത്തിലേ അവൻ്റെ മനസ്സിൽ ഈ നന്മകൾ ഇൻഗ്രെയിൻ ചെയ്യുകയാണെങ്കിൽ വളരുമ്പോൾ അവരത് മറക്കത്തില്ല. ഇപ്പം ബ്രാഹ്മിൻസിൻ്റെ ഇടയ്ക്ക് നോക്കുകയാണെങ്കിൽ 5 വയസ്സിന് മുമ്പ് 5000 ശ്ലോകങ്ങളാണ് അവർ കുഞ്ഞുങ്ങളെ കാണാൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ബുദ്ധിമണ്ഡലം വളരെ അലേർട്ടായിട്ട് ബ്രെയിൻ ഈസ് ആക്റ്റീവ്. അത് നമ്മുടെ തന്നെ കുടുംബങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിനൊക്കെ 5 വയസ്സിന് മുൻപേ പിന്നെ വല്യപ്പച്ചനൊക്കെ ഇരുന്നു കൊണ്ട് ഈ കുർബാന മുഴുവനും കാണാതെ പറയിപ്പിക്കും. അപ്പം ഈ വേദപുസ്തകത്തിൻ്റെ സത്യങ്ങളാണ് ഈ പള്ളിയിൽ വിളിച്ചു പറയുന്നത്. അത് മുഴുവൻ ഇവരുടെ തലയിൽ ഇരിപ്പുണ്ട്. അവർ പറയുന്നില്ലെങ്കിൽ ദാറ്റ് ഫൗണ്ടേഷൻ ഈസ് ലേഡ് സോ സ്ട്രോങ്. നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെ ഈരടി പഠിപ്പിക്കും. ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മളിപ്പോഴുള്ള കുഞ്ഞുങ്ങളെയൊക്കെ എൻ്റെ തന്നെ എനിക്കറിയാവുന്ന ഒരു ഫ്രണ്ട് പറയും, അവരെൻ്റെ വചനം കേൾക്കുമ്പോൾ അവരുടെ 2 വയസ്സുള്ള കുഞ്ഞ് മൊബൈൽ എടുത്തിട്ട് അത് ശ്രദ്ധിച്ചിങ്ങനെ അതിനകത്തിരുന്ന് കാണുന്ന പോലെ കേൾക്കാറുണ്ട്. വേറെ ആരുടെ കണ്ടാലും അവനെടുത്ത് വലിച്ചെറിയുമെന്ന് മൊബൈൽ. എങ്ങനെയുണ്ട്? ദാറ്റ് സ്പിരിറ്റ് അലൈൻമെൻറ്റ് കണ്ടോ, ആത്മാവിൻ്റെ. അതാണ് ഒരു ശിശു ഉണ്ടാകുന്നതിന് മുൻപേ, അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാകുന്നതിന് മുൻപേ ദൈവം അവനെക്കുറിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു വചനമായിരിക്കും ആ കുട്ടിക്കുള്ള പ്രചോദനം, ഒന്ന് വേറൊരാളുടെ ആയിരിക്കും വേറൊരാൾക്ക് പ്രചോദനം. അതുകൊണ്ട് വചനം പറയുന്നവർ മടിക്കരുത്, സത്യവചനം പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. ഈ വായുമണ്ഡലത്തിൽ ദൈവവചനം കൊണ്ട് ദൈവാത്മാവിനെ കൊണ്ട് നിറയ്ക്കാൻ നമ്മൾ ശ്രദ്ധ കാണിക്കണം. അപ്പോൾ എംബ്ലങ്ങൾ അല്ലെങ്കിൽ മോട്ടോകൾ ഓരോ കുടുംബത്തിനുള്ളത് ആ കുടുംബത്തിൻ്റെ മഹത്വത്തെയാണ് കാണിക്കുന്നത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5:22 ഇങ്ങനെയാണ് പറയുന്നത്: ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവും ഇല്ല. അപ്പം നമ്മളോട് പറയുന്നത്, ക്രിസ്തുവേശുവിലുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. അപ്പം നമ്മളോട് പറയുന്നത്, ആത്മാവുള്ളവർക്ക് ഈ 5 ഫലങ്ങൾ, അതായത് പരിശുദ്ധാത്മാവുള്ള കുഞ്ഞുങ്ങളിൽ ഈ 5 ഫലങ്ങൾ ഉണ്ട്. അത് പുറത്തോട്ട് വരും, തക്ക സമയത്ത് അത് വരും. സ്നേഹം, സന്തോഷം. ഞാൻ എപ്പോഴും പറയും കുഞ്ഞുങ്ങളോട്, എൻ്റെ വീട്ടിലുള്ള പിള്ളേരോട് ഞാൻ പറയും, എന്തിനാ അധികം എടുക്കുന്നത്? ആത്മാവിൻ്റെ ആദ്യത്തെ 3 ഫലം എടുക്കാം: സ്നേഹം, സന്തോഷം, സമാധാനം. ഇത് ക്രിസ്തുവാകുന്ന മുന്തിരിയിൽ നമ്മൾ കൊണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ വേറെ വല്ലതും പോയി ഗ്രാഫ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് അന്യദേവൻ്റെ അടുക്കൽ പോകാൻ അവർ ഇടയാകുന്നത്. നമ്മളത് ക്രാഫ്റ്റ് ചെയ്യുന്നത് ശരിയാകുന്നില്ല. നമ്മളത് വീട്ടിനകത്ത് എടുക്കണം. എന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു സൈഡുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് പറയുന്നത് ഇങ്ങനെയാണ്: ജഡത്തിൽ ജീവിക്കുന്നതിന് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ന്യായപ്രമാണത്തെക്കുറിച്ച് 5 കൽപ്പനകളുടെ കീഴിലുള്ളവരല്ലെന്ന് പറയുന്നത് വേറൊരു അർത്ഥമുണ്ട്. ഈ 5 കൽപ്പനകൾ ഫൗണ്ടേഷൻ നമ്മുടെ ഹൃദയത്തിൽ ഓൾറെഡി എഴുതപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളവരോടെ ഇത് പറയാനൊക്കെ, അല്ലെങ്കിൽ അവർ വേറെ ചിന്തിക്കും. എന്നാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളോ ഉണ്ട്. ജഡത്തിൻ്റെ പ്രവൃത്തി വ്യക്തമായിട്ട് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ജഡത്തിൻ്റെ പ്രവൃത്തികളോ എന്തൊക്കെയാണ്? ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ എന്ന് വെളിവാക്കുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് പറയുന്നു. എങ്ങനെയുണ്ട്? അതായത് നമ്മൾ ജഡത്തിൽ ജീവിക്കുന്നവരിൽ ദുർനടപ്പുണ്ട്, അശുദ്ധിയുണ്ട്, ദുഷ്കാമമുണ്ട്. ഇതല്ലേ നമ്മൾ ദിനം പ്രതി കാണുന്നത്? വിഗ്രഹാരാധന. വിഗ്രഹാരം നമ്മൾ ഈ കടന്ന് കാണുന്ന സ്റ്റാച്യു അല്ല, വിഗ്രഹങ്ങൾ. ദൈവം അല്ലാതെ എന്തിനെ ഹൃദയത്തിൽ കയറ്റി വെച്ചോ അത് വിഗ്രഹമാണ്. ഒരുപക്ഷെ നമ്മുടെ മൊബൈലായിരിക്കും ഇപ്പോഴത്തെ വിഗ്രഹം. ആണോ? ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുമ്പോൾ എങ്ങോട്ട് മാറും? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനൊക്കെ ഈ സോദോം ഗൊമോറ പോലെയും പിന്നെ ബാബേൽ ടവർ പോലെ ഉണ്ടാക്കി വെക്കുന്നത് മനുഷ്യൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ്.
അന്നേരം എല്ലാം ദൈവം അടിച്ചു പൊളിച്ച് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇതിനകത്തൊന്നും നമ്മുടെ കണ്ണു പോകാതെ നിലനിൽക്കുന്നതായ ആത്മീയമായ ഫലങ്ങൾ ഉണ്ടാക്കുവാൻ, ആത്മീയ ഫലങ്ങളൊന്നും ഒരിക്കലും ഇത് നശിക്കുന്നില്ല. ആ ആത്മീയ ഫലങ്ങൾ ഉണ്ടാക്കത്തക്ക വിധത്തിൽ നമ്മുടെ ഭവനത്തിലെ മുന്തിരിയാകുന്ന ക്രിസ്തുവിൻ്റെ തണ്ടിലേക്ക് തന്നെ നമ്മളെയും നമ്മുടെ മക്കളെയും കെട്ടിവെക്കുക എന്നുള്ളതാണ് ഒരു കുടുംബം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്. അവിടെ നിന്ന് ഇപ്പം നമ്മൾ ഏത് തണ്ടിൽ നിന്ന് ശാഖ വരുന്നോ ആ ഫലം അത് കാണിക്കും. അതിൻ്റെ ആ ശാഖയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഫലമല്ല, വേരിൻ്റെ ഉറപ്പിലാണ് ഫലം. വേരുമായിട്ട് കണക്ഷൻ അല്ലെങ്കിൽ എന്നാ കൊണ്ട് ചേർത്ത് വെച്ചാൽ എന്നാ ഗുണം. അപ്പോൾ വേര് കറക്റ്റാണ്. അതുകൊണ്ടാണ് ഈ യെശയ്യാ 11:2 പറയുന്നുണ്ട്, ഇശ്ശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പുറപ്പെടും, ഇശ്ശായിയുടെ വേരിൽ നിന്ന് ഒരു കമ്പ് പുറപ്പെട്ട് അത് ഫലം കായ്ക്കും. എവിടെ? ഇശ്ശായിയുടെ കൊമ്പാര യേശുവാണ്. നമ്മൾ ഈ കുടുംബം പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർത്തും ദൈവസന്നിധിയിൽ പ്രാധാന്യമുണ്ട്, സ്വർഗത്തിൽ പ്രാധാന്യമുണ്ട്, ഭൂമിയിലും പ്രാധാന്യമുണ്ട്. ആർക്ക് വേണം? ഇപ്പോഴത്തെ അടുത്ത തലമുറയ്ക്ക് നമ്മളെക്കാട്ടിൽ കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത് കൊണ്ട് അവർ നമ്മളെക്കാട്ടിൽ നല്ലതാണെന്നും പറഞ്ഞ് അവരെ ദൈവികത്വത്തിലല്ല വളർത്തുന്നതെങ്കിൽ ആർക്ക് കിട്ടുന്ന പണവും പദവിയും ദുർവിനിയോഗം ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. പണം എമ്മോറലാണ്, അതിനൊരു ക്യാരക്ടറൊന്നുമില്ല. നല്ലവൻ്റെ കയ്യിലും പക്വതയുള്ളതിൻ്റെ കയ്യിലാണ് പണം കിട്ടുന്നെങ്കിൽ അത് പ്രയോജനം. അത് തിന്മയുള്ളവൻ്റെ പണം കിട്ടിയാൽ അവൻ മ്ലേച്ഛതയ്ക്കും വ്യഭിചാരത്തിനും ദുഷ്ടതയ്ക്കും ഉപയോഗിക്കും. ഏത് വേണമെന്ന് തീരുമാനിക്കുക. അതുകൊണ്ട് കുടുംബങ്ങളിൽ നമ്മൾ കുടുംബത്തിന് മഹത്വം കൊടുക്കുന്ന ഭവ്യതയോടുകൂടി, അതിനായിട്ടുള്ള ബഹുമാനത്തോടുകൂടി, പ്രായം ചെന്നവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം. വീട്ടിൽ കലക്കമുണ്ടാകാതിരിക്കാൻ കൊച്ചു പെൺമക്കളെ വീട്ടിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കണം. കലക്കത്തിൽ കൂടി അല്ല കാര്യങ്ങൾ നേടേണ്ടത്, പിന്നെയോ ദൈവത്വത്തിലാണ് എന്ന് കൊച്ചുങ്ങളെ, പുരുഷനെയും സ്ത്രീയെ ഒരുപോലെ പഠിപ്പിച്ചെടുത്താൽ വഴക്കുണ്ടാകുന്ന ശണ്ട കൂടുന്ന സ്ത്രീകളോട് ജീവിക്കാൻ പാടാണ്. ഈ സ്നേഹം കൂടിയിട്ടാണ് ഈ ശണ്ട വരുന്നത്, അത് മനസ്സിലാക്കണേ. റോഡിൽ കൊണ്ടു നമ്മൾ വഴക്കും. സ്നേഹത്തിൽ നിന്ന് നമുക്ക് പിന്നെ ചില കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ നമുക്ക് ദുഃഖം വരും. ഈ ദുഃഖം അങ്ങോട്ട് മാറിയിട്ട് പിന്നെ കലക്കമായി മാറുകയാണ്. പിന്നെ ഇവർക്ക് പറയേണ്ടി എന്താണെന്നറിയത്തില്ല. വെർബലൈസ് ചെയ്യുമ്പോൾ ഇത് ഹൃദയത്തിൽ ഇവരുടെ ഈ നീരസങ്ങൾ, ഇവരുടെ ചെറുപ്പത്തിൽ വളർന്നു വന്നത് മുഴുവനും നമ്മുടെ കൂടെ ആട്രിബ്യൂട്ട് ചെയ്ത് ഇവർ പറയുമ്പം കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചെവി പൊട്ടിപ്പോകും. അങ്ങനെയുള്ള ഒരവസ്ഥ വരാതിരിക്കാൻ കുടുംബം പ്രധാനമാണ്, ദൈവത്തിന് പ്രധാനമാണ്. നമ്മൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന, സാബേ ഞാനൊരു ഭവനത്തിലേക്ക് കാല് കുത്തുമ്പോൾ ആ ഭവനത്തിന് അത് ചൈതന്യവും ഐശ്വര്യവും ദൈവീക സാന്നിധ്യമായി മാറണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം അത് കേൾക്കും, സംശയമില്ല. ഒരു പുരുഷനും അങ്ങനെ തന്നെ. രണ്ടുപേർക്കും അറിയാൻ വയ്യാത്ത ഒരു ഫീൽഡിലേക്കാണ് ഇന്ന് വരെ കളിച്ചു നടന്നു, അല്ലെങ്കിൽ അമ്മയുടെ പുന്നാര മകനായിട്ട് വളർന്നവൻ പെട്ടെന്ന് ഒരു ചുമതലാഭാവത്തിലോട്ട് കയറുമെന്ന് പറഞ്ഞാൽ അവർക്കറിഞ്ഞുകൂടാ. അതുപോലെ പൊന്നുപോലെ വളർത്തിയ ഒരു കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്ന് ഇവർ പറയുന്നത് അനുസരിക്കണമെന്ന് അവർക്കും അറിഞ്ഞൂടാ. അപ്പോൾ ഇറ്റ് ഈസ് ആൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. എവിടെ നിന്ന് ഇത് കണ്ടുപഠിക്കണം? ഭവനത്തിലാണ്. വേറെ എങ്ങും അത് കിട്ടൂല. അതുകൊണ്ട് കുടുംബം ഇമ്പോർട്ടൻ്റ് ആണ്. ദൈവിക സന്നിധിയിൽ അത് വളരെ പ്രധാനമാണ്. ദൈവം കൊടുത്ത പ്രാധാന്യം നമ്മളും കൊടുക്കാൻ പഠിക്കുക. അവധി കിട്ടുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ ഒരു പ്രവണതയാണ്, അവധി കിട്ടുമ്പോൾ ലോകം മുഴുവൻ കാണാൻ സഞ്ചരിക്കാൻ പോകും. പ്രായമായ അപ്പൻ്റെ അമ്മയെടുക്ക വരുന്നതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. പണ്ട് കാലങ്ങളിൽ നമ്മൾ ഈ ഉൽപ്പത്തിയിലൊക്കെ നോക്കുമ്പോഴേ അവർക്ക് അബ്രഹാമിനൊക്കെ സ്വത്തുണ്ട്. പക്ഷേ അബ്രഹാമിൻ്റെ കൊണ്ട് പറയുന്ന അനുഗ്രഹത്തിനാണ് സ്വത്തിനെക്കാട്ടി വിലയുണ്ടായിരുന്നത്. അതുകൊണ്ടാണല്ലോ യാക്കോബ് 12 പേരെ അനുഗ്രഹിക്കുന്നത്. ഈ അബ്രഹാം അനുഗ്രഹിക്കുന്ന ഇസഹാക്ക്, യാക്കോബ്, അതിനനുസരിച്ച് യാക്കോബ് അനുഗ്രഹിക്കുന്ന ഇവർക്ക് എല്ലാ അനുഗ്രഹങ്ങൾ 12 പേർക്ക് കൊടുക്കുമ്പോൾ ആ അനുഗ്രഹമാണ് ഭൂമിയിലുള്ള സ്വത്തിനെക്കാട്ടി വലുതായിട്ട് അന്ന് കരുതിയത്. ഇന്ന് നേരെ വിപരീതമാണ്. പൈസ കിട്ടി വീടും കൂടും അവരുടെ പേരിൽ എഴുതി കഴിഞ്ഞാൽ അപ്പനും അമ്മയും പുറത്തോട്ടിറങ്ങി. എത്ര എണ്ണമല്ല ഇന്ന് യൂട്യൂബിൽ കാണുന്നില്ലേ, ദേശത്ത് ചുറ്റുപാട് നടക്കുന്നില്ലേ. അപ്പനും അമ്മയും നോക്കാനുള്ള പ്രൊവിഷൻ ഇല്ല, അവർക്ക് കൊടുക്കേണ്ടതായ മഹത്വം നമ്മൾ കൊടുക്കുന്നില്ല. എൻ്റെ ഹസ്ബൻഡ് ഇന്നലെ പറഞ്ഞ് ഞാൻ കേട്ടു, അദ്ദേഹം ഡോക്ടറായിരുന്നു സൗദി അറാംകോയിൽ. അപ്പോൾ അവർ ഈ ഓൾഡ് പീപ്പിൾ ഹോം
പ്രായം ചെന്നവർക്ക് വേണ്ടി ഈ ഓൾഡ് പീപ്പിൾ ഹോം, പ്രായം ചെന്നവരെ നോക്കുന്ന ഒരു ചെറിയ പ്രത്യേക ഒരു വാർഡ്, നല്ല പണക്കാരാണല്ലോ, കുറേ പേര് പണക്കാർ അല്ലാത്തവരുണ്ട്, കൊണ്ടുവന്ന് അവരുടെ സ്വന്തം അമ്മയും അപ്പനെ കൊണ്ടുവരാൻ വേണ്ടി, പ്രത്യേകിച്ച് അമ്മമാരെ കൊണ്ടുവന്ന് താമസിപ്പിക്കുക എന്ന് പറഞ്ഞപ്പം ഡോക്ടറാണ് റിപ്പോർട്ട് എഴുതി കൊടുത്തത്. അപ്പോൾ ഡോക്ടർ റിപ്പോർട്ട് എഴുതി വെച്ച് അവസാനം ഒരു റിപ്പോർട്ടിൽ എഴുതി, സൗദിയിൽ ഇത് സംഭവിക്കാൻ പോകുന്നില്ല ഇപ്പം ഈ കാലഘട്ടത്തിൽ, ബിക്കോസ് അവരാരും അവരുടെ അമ്മയെ കൊണ്ടുവന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാക്കത്തില്ല. അങ്ങനെ തന്നെയാണ് അവരുടെ കൾച്ചർ. ഒരിക്കലും അവരവരുടെ അമ്മയെ കൊണ്ട് ഒരു സ്ഥാപനത്തിലാക്കത്തില്ല. അതുകൊണ്ട് ആ പ്രോജക്റ്റ് പൊങ്ങി വന്നില്ല, അത് ഏറ്റെടുത്തില്ല. എന്നാൽ കാലങ്ങൾ മാറുമ്പം വന്നേക്കും, പക്ഷേ ഇപ്പോൾ ഇല്ല. ഞാൻ പറയുന്നത്, നമ്മൾ എന്താണ് ക്രിസ്ത്യൻസ് ആകുന്നത് നമുക്ക് നമ്മുടെ അപ്പനമ്മയെ നോക്കാൻ അറിഞ്ഞുകൂടെ? നമുക്കതിനുള്ള പ്രാധാന്യം കൊടുക്കണ്ടേ? 10 കൽപ്പനയും 4-ാം കൽപ്പന പറയുന്നത്, 4 പറയുന്നത്, നിനക്ക് ദീർഘായുസ്സുണ്ടാകാനും നിനക്ക് സമ്പത്തുണ്ടാകാനും നിൻ്റെ അമ്മയും അപ്പന്മാരെ ബഹുമാനിക്കുകയും അവരെ അനുസരിക്കുകയും വേണം. അത് ആവശ്യമാണ്. ഇതൊക്കെ കൽപ്പനകളാണ്. കൽപ്പനകൾ നമ്മുടെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുകയാണെന്ന് ഓർക്കണം. ബ്രെയിനിനകത്ത് ഇത് വരച്ചിട്ടിരിക്കുക. ഇതൊക്കെ മാറി ജീവിക്കുമ്പോൾ സമാധാനം ഉണ്ടാകത്തില്ല. സമാധാനത്തിൻ്റെ കണ്ണി നമ്മുടെ കുടുംബം തന്നെയാണ്. കുടുംബം ചൊവ്വാകുമ്പം ബാക്കിയുള്ള എല്ലാം ചൊവ്വാം. സമൂഹം ചൊവ്വാണെങ്കിൽ തീർത്തും കുടുംബങ്ങൾ ശരിയായി വിശുദ്ധിയോടെ സമാധാനമായിട്ട് ജീവിക്കാനുള്ള അറ്റ്മോസ്ഫിയർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതിവിശുദ്ധനും പരിശുദ്ധനുമായ ദൈവത്തിൻ്റെ മഹത്വം കുടുംബങ്ങളിൽ കൂടെ കർത്താവ് 133 പറയുന്നത്, സഹോദരന്മാരൊത്തൊരുമിച്ച് കഴിയുന്ന എത്രയോ നല്ലത്. ദാഹറോൻ്റെ അടിയിൽ കൂടി ഒഴുകുന്നതായ വിശിഷ്ട തൈലം, അവൻ്റെ അഭിഷേക തൈലം വസ്ത്രത്തിൻ്റെ വിളിമ്പുകളിലേക്ക് ഒഴുകി താഴോട്ട് ഒഴുകുന്നതായിട്ട് കാണുന്നു എന്ന് പറയുന്നു. അവിടെയല്ലോ ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ സ്നേഹവും ഐശ്വര്യവും പടരുന്നത്. അങ്ങനെയില്ലാതെ, അഭിഷേകമില്ലാതെ, പുഷ്ടിയില്ലാത്ത കുടുംബജീവിതം നടത്തുന്നവരോട് മനസ്സലിവ് തോന്നി, നീ ആകുന്ന മുന്തിരിയിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലെ മുന്തിരിയോട് ഞങ്ങളെ തന്നെ കെട്ടിവെച്ചിട്ട് ഞങ്ങളുടെ കുടുംബങ്ങൾ നിന്നിൽ നിന്നുകൊണ്ട് ഫലം കായ്ക്കുന്നവരാക്കി മാറ്റാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പിതാവാം ദൈവം തോട്ടക്കാരനായി മാറണം. കർത്താവ് മുന്തിരിയും നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർ അതിലെ 2 ശാഖകളും, അതിൻ്റെ അടിയിൽ സമാധാനവും സമൃദ്ധിയോടും കൂടെ ജീവിക്കുന്ന മക്കൾ. അതാണല്ലോ നിൻ്റെ മനോഹരമായ പിക്ചർ. അതിനകത്ത് ഞങ്ങളെ കൊണ്ടുവരണമേ. കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിച്ചാട്ട്. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഇന്നു മുതൽ നടക്കട്ടെ. ഞങ്ങൾ വചനം പറയുമ്പോൾ അത് സംഭവിക്കുമല്ലോ. അങ്ങനെ സംഭവിക്കട്ടെ. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.